കൂടുതൽ ചെലവുകളില്ലാതെ നമ്മൾ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഈ ആഴ്ച വീണ്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് 2 പോയിന്റുകളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് ഹോം കൾച്ചറുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ഇല്ലാതെ നമ്മുടെ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിന്റെ 2 പോയിന്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. നമ്മുടെ പ്രോസ്പെക്ടിങ്ങും അതുപോലെ തന്നെ റീആക്ടിവേറ്റിംഗ് ഓൾ കസ്റ്റമർ എന്നുള്ളത്. ഇതേ കസ്റ്റമർ കണ്ടെത്തലും നമുക്ക് മുമ്പുണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള 2 കാര്യത്തെ കുറിച്ചുള്ള ഇന്ന് മറ്റു 2 പോയിന്റുകളാണ് എനിക്ക് പറയാം. അതിലൊന്ന് അപ്സെല്ലിംഗ് ആണ്. നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുന്ന ഒരാളെ കൊണ്ട് അയാള് എന്ത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്, ആ പ്രൊഡക്റ്റ് എടുക്കാൻ വരുമ്പോൾ അദ്ദേഹം വാങ്ങിക്കാൻ വരുന്ന പ്രൊഡക്റ്റിന്റെ ഉയർന്ന എൻഡിലുള്ള ഹൈ എൻഡിലുള്ള പ്രൊഡക്റ്റ് അദ്ദേഹത്തെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജി. അതായത് നമ്മളിപ്പോ ഒരു ഫലൂദ കഴിക്കാമെന്ന ഒരാളാണ് കരുതുക, അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാമെന്ന ഒരാളാണ് ചെറിയ രൂപത്തിൽ തന്നെ കരുതാം കുടിക്കാമെന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അതിന്റെ മേലെ ഒരു ഐസിന്റെ സ്കൂപ്പ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ ഹൈ എൻഡിലുള്ള സാധനം അദ്ദേഹത്തിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ക്യാപ്ഷനി. അതല്ലെങ്കിൽ ഇനി ഒരു വാഹനം വാങ്ങിക്കാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് മോഡൽ വാങ്ങിക്കാൻ വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് അതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് അതിന്റെ ഹൈ എൻഡിലേക്ക് എന്തുകൊണ്ട് വരണം എന്നുള്ളതിന് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഹൈ എൻഡ് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. അതിലൂടെ എന്താണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ സെയിൽസിന്റെ വോളിയം കൂടുതലാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിലോ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പെൻസ് വരുന്നില്ല. അപ്പൊ അപ്സെല്ലിംഗ് ആണ് ഒരു പോയിന്റ്. മറ്റൊരു പോയിന്റ് ആണ് ക്രോസ് സെല്ലിംഗ്. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അപ്സെല്ലിംഗിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം എന്ത് സാധനമാണോ വാങ്ങിക്കാൻ വരുന്നത് ആ സാധനത്തിന്റെ അപ്സെല്ലിംഗ് ആണ് നടത്തേണ്ടത്. പകരം മറ്റൊരു സാധനം സജസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള സെയിൽ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. മറ്റൊന്ന് ക്രോസ് സെല്ലിംഗ് ആണ്. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു വരുന്നത്, നമ്മൾ സാധനം വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനോട് അനുബന്ധപ്പെടുന്ന മറ്റൊരു പ്രൊഡക്റ്റിനെ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റും കൂടി വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുന്ന ഒരാളാണെന്ന് കരുതി നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ ചെയ്യുന്ന ഫ്രിഡ്ജ് നോക്കി നമ്മൾ അവിടെ അപ്സെല്ലിംഗ് ഓൾറെഡി നടത്തി കഴിഞ്ഞ് അതിന്റെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ഏറ്റവും ഹൈലൈറ്റുള്ള പ്രൊഡക്റ്റ് അദ്ദേഹത്തിനോട് അതിമേ തന്നെ നമുക്ക് ക്രോസ് സെല്ലിംഗ് നടത്താം. അദ്ദേഹത്തിനോട് പറയാം അതിന്റെ കൂടുതൽ സ്റ്റെബിലൈസർ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. ആ സ്റ്റെബിലൈസർ അതിനാവശ്യമുള്ളത് ആ വസ്തു ആയതുകൊണ്ട് തന്നെ അതിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അത് ശരിയാണ് സ്റ്റെബിലൈസർ കൂടി വേണ്ടതാണ്. അവിടെയും സ്റ്റെബിലൈസറിലെ ഹൈ എൻഡ് പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അപ്സെല്ലിംഗ് അതിലും നമുക്ക് നടത്താൻ പറ്റും. ഈ 2 പ്രക്രിയ നടക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പൈസ പോലും ചെലവ് വരുന്നില്ല എന്നുള്ളതാണ്. ആകെ നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ ഈ അപ്സെല്ലിംഗിന്റെ പ്രാധാന്യം ക്രോസ് സെല്ലിംഗിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു എക്സ്പെൻസും ഇല്ലാതെ നമ്മുടെ സെയിലിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഈ 4 പോയിന്റും നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് വരാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സെയിൽസിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ 4 പോയിന്റ്. ഇനി പറയാനുള്ള 2 പോയിന്റ് അതൊരു ബിസിനസ് ഓണർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ ബിസിനസ്സിൽ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യം. ആ 2 പോയിന്റുമായി വീണ്ടും അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.